ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് 24-ാം തീയതി നമ്മുടെ എൻ്റെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവർ ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട് ഗൈസ്. ഇരുട്ട് ഫുള്ള്. അപ്പോൾ കഥ വെക്കും. അപ്പോൾ ഞാൻ 6 മണിക്ക് ശേഷം 4 മണിക്ക് അവർ എഴുന്നേറ്റ് പാചകമൊക്കെ ചെയ്ത് അമ്മമാരെ നോക്കി വെളിയിലോട്ട് പോകുന്നു. കാരണം എൻ്റെ കപ്പല് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? നമ്മൾ നോക്കിയത് അമ്മ താഴെ പോകുന്നു. ഞാൻ എവിടെ നിന്ന് ചെരുപ്പിട്ടതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇതാണ്ടോ ക്ലൈമറ്റ്. നേരത്തെ 4 മണിക്കൊക്കെ ആള് പോകുന്നു. എന്തായാലും മുസ്ലിംസ് പള്ളിക്കൊക്കെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്നു. ഗേറ്റും തുറന്നു നോക്കണ്ടമ്മ. ഗൈസ് നോക്ക്, അമ്മ നിൽക്കുന്നു. നമ്മൾ നേരെ ഈ ഒരു വ്യൂയിലായിട്ടാണ് പോകുന്നത്. ഞാൻ നേരെ ഇറങ്ങി വന്ന് താഴോട്ട് പോകാത്ത ഇതാണ് അല്ല ഞാൻ പറയുന്നത്. നടക്കണ് അമ്മ ഇവിടെ എന്തോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനിവിടെ നമ്മളെ വീട് മേലെയാണ്. അതാണ് അതല്ലേ അമ്മ ചെറിയ റൂം? അതല്ലേ അതാണെന്തോ നമ്മുടെ ചെറിയ റൂം. അപ്പം അമ്മയ്ക്കൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എന്നെ അപ്പോൾ ഉറക്കം കിട്ടുന്നില്ല. എന്താണ് അമ്മ വെള്ളം പറിക്കണം. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇന്ന് അവരൊക്കെ വരുന്നത് കൊണ്ട് അമ്മ പറഞ്ഞു 4 മണിക്ക് എഴുന്നേറ്റിട്ട് അമ്മ പറഞ്ഞു എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരുമോ. അപ്പം ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ 6 മണി കഴിഞ്ഞു. 7 മണിയാവാറായി. അപ്പം എന്താ അമ്മ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കും, ബിസിയാണ്. സ്പീഡ് തുറക്കണം. ഞാനും ബിസിയാണ്. അമ്മ അത്രേ പോവുള്ളൂ. അത് തണുക്കുന്നത് അവിടെയൊക്കെ ആളുകളാണ്. ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഒന്നും ആളുകളെ എഴുന്നേറ്റിട്ടില്ല. മതിയാ, ഞങ്ങൾ എഴുന്നേൽപ്പത് ആളെ കാണാനില്ല. ഞാൻ അമ്മ മേലോട്ട് പോകുന്നു. ഞാൻ നമ്മുടെ പുറകെ നടക്കും. നമുക്ക് അമ്മയുടെ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പിനടിയിൽ കൂടെ പോകുന്നു. അതാണ് ഹൗസ് ഓണറുടെ വീട്. ഞങ്ങൾ മേലെ എന്താ ക്രിസ്മസ് ട്രീ കാണുന്നത്. സെക്കൻഡ് സ്കൂട്ട് അവിടെയൊക്കെ കിടക്കുന്നു. നോക്കാം. അമ്മ മേലോട്ട് പോകുന്നു. നമ്മളവിടെ മേലെ എത്തി. ചെറിയ കയറ്റി കറന്ന് എല്ലാം മേടിച്ചിട്ടുണ്ട് കേസ്. അയ്യോ, അവർ ഇപ്പോൾ നേരെ 4 മണിക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ അവരവിടെ 10, 8, 9 മണിയാകുമ്പോഴത്തേക്കിനും അവിടെ എത്തും. അയ്യോ, അത് വ്യൂ പോയിൻ്റ് ഉണ്ടാവും ഗൈസ്. രാവിലെ 6 മണിക്കൊക്കെ പോയ മേലെ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വ്യൂ കാണാൻ പറ്റും. ഞാൻ മേലെ പോയി കാണിച്ചു തരാം. കണ്ട് ഞാൻ മേലോട്ട് പോവാണ്. അതൊക്കെ മാങ്ങ നിൽക്കണതാണ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. ചിലരൊന്ന് കണ്ടിട്ടില്ല വന്നിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ വ്യൂ. കാണുന്നുണ്ടോ ഗൈസ്? അവിടെ മോട്ടർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോന്ന്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഈ കോണീൻ്റെ മുകളിലൊക്കെ കയറിയാൽ നമുക്ക് നന്നായി കാണാം. എന്താണ് എവിടെ നിന്നാലും അങ്ങ് അറ്റത്തെ കൊയിലാണ്ടി വരെ കാണാം. അത്രയ്ക്കും ഉണ്ട് ഗൈസ്. അതെ, മഞ്ഞ് മൂടി കിടക്കുന്നു. മറ്റേ ഹോസ്പിറ്റൽ പേര് എനിക്ക് അറിയത്തില്ല. അവിടെ കാണിച്ചു തരാമേ. നമുക്ക് അവിടെ ഒരു സ്റ്റെപ്പുണ്ട്, എവിടെ ഒരു സ്റ്റെപ്പുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് കയറാനും എവിടെ ഇങ്ങനെ ഇറങ്ങാനും ഒരു സ്റ്റെപ്പുണ്ട്. ഞാൻ അവിടത്തേക്ക് ഇങ്ങനെ കയറാനുണ്ടോ സ്റ്റെപ്പിൽ ഇങ്ങനെയൊക്കെ കയറി നോക്കാം. കണ്ട ഇതൊക്കെയാണ് അവിടുത്തെ വ്യൂ. ഉണ്ടോ? അത് അവിടെ കണ്ടോ? അവിടെ കുഴിയായ പോലെ കേട്ടോ. ഞാൻ എവിടെ നിന്ന് നമുക്ക് നോക്കി അപ്പുറത്ത് മറിഞ്ഞു വീഴാനല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മുടെ സ്റ്റെപ്പ് ഇതാണ് അവിടുത്തെ വ്യൂ പോയിൻ്റ് കേട്ടോ. അതൊക്കെ എന്താ അവിടെ മഞ്ഞ് മൂടി കിടന്ന ആ ഹോസ്പിറ്റലിൻ്റെ പേര് എനിക്കറിയത്തില്ല. മലബാറും എന്താണ്. അപ്പോൾ അവർ വന്ന വീഡിയോ ഞാൻ ഇട്ടാം കേട്ടോ. അവർ വരുന്ന വീഡിയോ എനിക്ക് അത്ര നേരം ഫോൺ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ എനിക്ക് അവിടെ
എന്താണ് നടക്കണോ എനിക്ക് അവിടെ കുറച്ച് നേരത്തേക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ അമ്മ മേലോട്ട് അധികം വിട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് അറിയാനോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടിയിൽ കൂടെയൊക്കെ എന്തൊക്കെയൊക്കെ സാധനം പോകുന്നുണ്ട്. ഇത് ഞാൻ നടക്കുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. ഇത് നമ്മുടെ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ കയറി വന്ന സ്ഥലം, അതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇറങ്ങി വന്നു നമ്മൾ ആ വ്യൂ പോയിൻ്റ് കാണിച്ച സ്റ്റെപ്പാണ്. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ സാധനമുണ്ട്. എനിക്ക് ഈ സാധനങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ. ഇനി നമ്മൾ ചിലവരൊക്കെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ കണ്ടോ എവിടെയൊക്കെ വ്യൂ ഉണ്ട്, എവിടെയൊക്കെ ഇതാണ് നമ്മുടെ അടുക്കള പറയണത് ഈ ഒരു പോയിന്റിലാട്ടോ അടുക്കള. എനിക്ക് തണുത്തിട്ട് വിറച്ചിട്ട് അവർ വരാൻ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. പക്ഷെ അമ്മ ഫോൺ ബിസി ആയിരുന്നു, അമ്മ ഫോണിലായിരുന്നു. അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ കിട്ടിയത്, ഫോൺ കിട്ടിയത്. ഇത് കണ്ടോ അവിടത്തേക്ക് നല്ല മഞ്ഞ് മൂടി കിടക്കുന്നു ഗായ്സ്. എന്തോ ഇത് ഞാനിവിടെ എന്താണ് അവർ വരുന്നത് കാണണം. അവർ വരുന്ന വീഡിയോ ഇടാം കേട്ടോ. അവരിത് ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞാൽ. നമുക്ക് 5 മിനിറ്റിനുള്ളിൽ വരും. അവർ 4 മണിക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ ഇവിടെ 8, 9, 10 മണിയാകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ ഒരു കമ്പനി ഏരിയയിലെ ഈ കണ്ടോ താഴത്തേക്കൊരു ഇതുണ്ട്. എന്തൊക്കെയല്ലേ സെറ്റപ്പ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് താഴെ ഇറങ്ങാം. നമ്മൾ താഴെ ഇറങ്ങി മാങ്ങമാരൊക്കെ കണ്ടോ, മാങ്ങ പൂക്കാനായി. ചില മാങ്ങയൊക്കെ പൂത്തിട്ടുണ്ട്. അവിടെ കാണുന്നുണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. അവിടുത്തെ ആ മാങ്ങ വന്ന് പൂത്തു കിട്ടും. അത് ചെറുതൊരു മാങ്ങയാണ്, പിന്നെ പെട്ടെന്ന് പൂത്തു. നമ്മൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ താഴോട്ട് ഇറങ്ങി. അയ്യോ എനിക്ക് തണുത്ത് കഴിയാം. ഈ മാങ്ങ എന്താണ് ഫസ്റ്റ് ഇത് മാങ്ങ നല്ല ചെറുതായിരുന്നു, പെട്ടെന്ന് വളർന്നു. ഇനി എവിടത്തേക്കും മാങ്ങ നിങ്ങൾ കാണണമല്ലോ. ഉണ്ടോ എവിടെയൊക്കെ ഇങ്ങനെ വെള്ളം എവിടെ നിന്നുണ്ട് വേണ്ട. എന്തൊക്കെയല്ലേ ഇതാണ് ചെറിയ അടുക്കളേൻ്റെ ജനാലയാണ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ചെരുപ്പ് കൊടുത്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതൊക്കെ ഒരു സെറ്റപ്പാണ്. ഞാനിങ്ങനെ കൂണ് വീട്ടിൽ നിന്ന് താമസിച്ചില്ല, ആദ്യമായിട്ടാണ് താമസിക്കുന്നത്. ഞാൻ വെളിയിൽ വരുമ്പോഴൊക്കെ ഇല്ലേ വെളിയിലൊക്കെ വരുമ്പോൾ നല്ല തണുപ്പ്, ഉള്ളിലൊക്കെ നല്ല ചൂട്. ഇനി എൻ്റെ ടൈല് പറഞ്ഞാൽ റൂഫാണ്, നല്ല തണുപ്പുണ്ട്. 6 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തണുക്കാൻ തുടങ്ങി. ചെരുപ്പ് ഞാൻ കാലിലിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ചെരുപ്പ് അമ്മയ്ക്ക് കൊടുത്തു ചെരുപ്പ്. ഇത് ചെരുപ്പ് നല്ല തണുപ്പ്. ഈ സ്റ്റെപ്പും ഈ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ നല്ല തണുപ്പുണ്ടാവും. പിന്നെ ഈ എവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നല്ല തണുപ്പ്. അപ്പോൾ എവിടെ എത്ര തണുപ്പായിരിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് പറ്റുന്നില്ല കേസ്. എനിക്ക് തണുപ്പ് അത്ര എനിക്ക് പിടിക്കത്തില്ല. തണുപ്പ് എനിക്ക് കലി വരും. എനിക്ക് തണുപ്പ് അത്ര ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഈ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് ഞാനൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ 4 മണിക്ക് ഞാൻ ഇതുവരെയായിട്ട് എഴുന്നേറ്റില്ല. ഞാൻ 6 മണിക്കും കൂടെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അമ്മ എഴുന്നേൽപ്പിച്ചും കൂടെ ചെയ്യത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഇതില്ലേ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത്. പിന്നെ എവിടത്തേക്ക് ആളുകൾ നമ്മൾ മാത്രമേ എഴുന്നേറ്റുള്ളൂ 4 മണിക്ക്. ബാക്കി ആരും ഒരു അനക്കം കൂടെ കേൾക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ മിക്സി ജാറിൻ്റെ അനക്കം കേൾക്കാമെന്നല്ലാണ്ട് വേറെ നമ്മുടെ ഒരു ശബ്ദങ്ങളും കേൾക്കാനില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ എൻ്റെ എൻ്റെ അച്ഛനും ചേച്ചിയുടെ മകൾക്കൊക്കെ അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഞാനൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അവിടത്തേക്ക് വ്യൂവും ഇതൊക്കെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കൂൺ വെള്ളമൊന്നും അധികം താമസിക്കാനായി നല്ല തണുപ്പ് കിട്ടും. എൻ്റെ കൈയൊക്കെ അതൊക്കെ വിറയ്ക്കുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അവിടത്തേക്ക് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ നല്ല വ്യൂ ആട്ടോ. അവിടെ മറ്റേ ഇതൊക്കെ കാണാൻ പറ്റും. എന്താണ് ഇതിന് പറയുക, മൗണ്ടൈൻ, മലേനൊക്കെ കാണാൻ പറ്റും, മൗണ്ടൈൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയാലും നല്ല വ്യൂ ആട്ടോ. ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. തിരിച്ച് സ്കൂളിലായിട്ട് വിട്ടിരുന്നു. 4 മണിക്കൊക്കെ അവിടെ പോയി 4 മണിക്കും കൂടെ പോകണ്ട, 6 മണിക്ക് എന്തെങ്കിലും പോയാലും നല്ല തണുപ്പും. അവിടെ കുറേ ഓട് വീടുകളും പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടവഴികളും എല്ലാം ഉണ്ട്. നിറഞ്ഞ് കുത്തിക്കറങ്ങി കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.